വർഷത്തിലെ ആ ഒരു 3 ദിവസങ്ങൾ പുതിയങ്ങാടിയിലുള്ളവർക്ക് ഒരു ഫെസ്റ്റിവൽ വൈബ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയങ്ങാടി നേർച്ചയിലെ 3-ാം ദിവസത്തെ വിശേഷങ്ങളാണ്. പുതിയങ്ങാടി നേർച്ച എന്ന് പറയുന്നതിലുപരി എനിക്ക് പുതിയങ്ങാടി ഫെസ്റ്റിവൽ എന്ന് പറയാനാണ് ആഗ്രഹം. കാരണം നേർച്ച അനാചാരങ്ങളോ ആചാരങ്ങളോ എന്തോ ആയിക്കോട്ടെ, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഇനി വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഒത്തൊരുമയും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു ദിവസം ഒരുമിച്ച് നിൽക്കുന്നത്, അതെല്ലാം ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അത് ആസ്വദിച്ചവർക്ക് ആ ഒരു വൈബ് മനസ്സിലാവുള്ളൂ. നേർച്ച ദിവസം ഒരു അസർ നിസ്കാരത്തിന് ശേഷം ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി, അധികം ആളുകളൊന്നും ഉണ്ടാവില്ല റോട്ടിൽ കേട്ടോ. ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് എല്ലാവരും മിണ്ടി പറഞ്ഞിരുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അന്നേ ദിവസം റോട്ടിൽ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല വൈകുന്നേരം. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് കാലിയായിരിക്കും. നമുക്ക് ഇങ്ങനെ കൂളായിട്ട് നടക്കാനും പറ്റും. അമ്മാവൻ്റെ വീട്ടിലാണ് പതിവ് പോലെ നമ്മൾ നേർച്ചക്കായിട്ട് ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ ഷോപ്പിംഗ് അധികമൊന്നും നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല. നല്ല തിരക്കായിരിക്കും. പക്ഷേ തിരക്കില്ലാത്ത സമയത്താണ് ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുന്നത്. ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. തിരക്കുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അത്യാവശ്യം ആളുകളുണ്ടാവും കേട്ടോ. പിന്നെ മക്കളെയും കൂട്ടി ഒരുമിച്ച് നമുക്ക് ഇറങ്ങാനും പറ്റില്ല, അത്രയും തിരക്കായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ബാച്ചായിട്ടാണ് ഇങ്ങനെ പുറത്തു പോകുന്നത്. എല്ലാ ബാച്ചിലും ഞാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, ലൈവായിട്ടുള്ള നേർച്ചയുടെ കാഴ്ചകൾ കണ്ടു.